ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും കൂടെ പെയിന്റും ബ്രഷും എല്ലാം കൂടെ എടുത്ത് ഒരു രാത്രി കൊണ്ട് തന്നെ അടുക്കള ഫുൾ അങ്ങ് അടിച്ചു തീർത്ത് അതോടെ പണി തീർന്ന് ഈ അടുക്കള അടിക്കാൻ 2 ദിവസം വേണമെന്ന് പറഞ്ഞാണ്. ഭയങ്കര കഷ്ടമാണ് നിങ്ങളെയൊക്കെ. പിന്നെ അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പം എൻ്റെ വിഷയമല്ല. എങ്ങനെ നമ്മുടെ ബാക്കി കാര്യം? ബാക്കി ഇനിയിപ്പോ 15 ദിവസം അങ്ങനെ ഒതുങ്ങിയിരിക്കണം എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇനി ഡോക്ടറെ പോയിട്ട് കാണണം. അപ്പൊ എന്താ പറയാന്നുള്ളത് അറിഞ്ഞൂടാ. അയ്യോ, ഞാൻ ഇതല്ലേ ചോദിച്ചു, ഇത് എൻ്റെ വിഷയമല്ല. ബാക്കി പണിയുടെ കാര്യം എങ്ങനെയാന്ന്? അല്ല മുതലാളി, പണി തീർന്നില്ലേ? വീട് പണി തീർന്നു. ആ, പക്ഷെ താൻ കൊണ്ടുപോയി തള്ളിയിട്ടില്ലേ എൻ്റെ വണ്ടി, എൻ്റെ അച്ഛൻ്റെ വണ്ടി. ഞാൻ ഒരു മനുഷ്യന് ഇതുവരെ കൊടുത്തിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്ന വണ്ടിയാണ്. ആദ്യമായിട്ട് കൈമാറി ഓടിച്ച ഇയാൾ അത് അതിനെ കൊണ്ട് അങ്ങനെ ആക്കി. ടിപ്പുവിൻ്റെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. 8000 രൂപയാണ് പണിക്ക് പറഞ്ഞേക്കണം. 8000 രൂപ? പിന്നെ ഒരു കാര്യം ചെയ്യും, താൻ മുഴുവനൊന്നും കൊടുക്കണ്ട. ഒരു 1000 രൂപ ഞാൻ കൊടുത്തേക്കാം. ബാക്കി 7000 രൂപ താൻ കൊടുത്തേക്കാം. ഞാന് മുതലാളി ഒരു കാര്യം ചെയ്യും. ഏതായാലും ഇപ്പൊ എത്ര പൈസയാണ് ആവുക, അത് മുതലാളി അങ്ങ് കൊടുത്തോ. പക്ഷെ ആ പൈസ ഞാൻ തരാം. പൈസ അങ്ങനെ കൊടുക്കണില്ല ഞാൻ. അല്ല, അത് ഞാൻ തരാം. ഇതുപോലെ പറഞ്ഞാണ് താൻ പെയിന്റിങ്ങിന് എൻ്റെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചത്. അതിലും കണക്ക് നോക്കിയാൽ കുറെ എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്. അത് പോട്ടെ. 2 ദിവസത്തിനകത്ത് വർക്ക്ഷോപ്പിൽ പൈസ കൊടുത്തില്ലെങ്കിൽ സത്യശീല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. എൻ്റെ വണ്ടി മോഷണം പോയി. താൻ കള്ളനാവും. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യണ്ട. അല്ല അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ ചെയ്യേണ്ടി വരും എനിക്ക്. അല്ല, ഇതെന്താ വേറെ കാര്യണ്ടേ. അതായത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതാണ്. പക്ഷെ ഞാൻ എനിക്ക് ഇതിന്റെ ചികിത്സാ സഹായം കിട്ടാനുണ്ട്. അപ്പൊ ആ പൈസ കിട്ടുമ്പോ ഞാൻ ഈ പൈസ ഇങ്ങോട്ട് തരാം. അതാ ഞാൻ പറഞ്ഞ മുതലാളി, കിട്ടുമല്ലോ. കിട്ടും. അപ്പൊ ആരെങ്കിലും മേടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കുക. എനിക്ക് വണ്ടി എൻ്റെ അച്ഛനെ ഒരുപാട് അതിനകത്ത് ഇട്ടേക്കാൻ പറ്റില്ല. എനിക്ക് വണ്ടി എത്രയും പെട്ടെന്ന് പണി കിട്ടണം കേട്ടാ. 2 ദിവസം ഞാൻ നോക്കും, അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോകും. ഒന്ന് പറഞ്ഞു വിടും. വെച്ചേ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. ഒരു മണവും ഇല്ല, ഗുണവും ഇല്ല, പണിക്കും പോവില്ല, പണിയും ചെയ്യൂല. ഇങ്ങനെ നടക്കും ആളുകളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. കഷ്ടമാണ് ഇവനെയൊക്കെ. ബാക്കിയുള്ളവനെ ഇവിടെ ഇല്ല, പണി അറിയാനുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് പരിചയമായിട്ട്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ നാളേക്കൊന്നും വെക്കണ്ട, ഇന്ന് തന്നെ പോവാ ആശുപത്രിക്ക്. അതല്ലേ ഡോക്ടറോട് സർട്ടിഫിക്കറ്റ് തരുമോന്ന് ചോദിക്കാം അല്ലേ? ഇന്നെ പോയിട്ട് മേടിക്കുക. എന്നിട്ട് ആദ്യം ഇവന്റെ ഈ കാശ്മീരിന്റെ പൈസ കൊടുക്കുക. അത് പിന്നെ പൊല്ലാപ്പ് തീർന്നല്ലോ. എന്നിട്ട് ആ വാടക കുടിശ്ശിയും തീർത്തിട്ട് പിന്നെ അല്ലറ ചില്ലറ കുറച്ച് കടകളുണ്ടല്ലോ, അതും കൂടെ എടുത്ത് തീർക്കുക. പിന്നെ വിഷയമില്ലല്ലോ, സമാധാനത്തോട് ജീവിക്കാലോ. വേദന ഉണ്ട് അല്ലേ? അല്ല, പ്ലാസ്റ്റർ അഴിച്ചിട്ടും ഒരു വളവുണ്ടല്ലോ. അത് പണ്ടത്തുള്ള വളവാണ്. ചെറുപ്പത്തിലുള്ളതാണ്. ഒരു 35 രൂപയുടെ കരിക്കിന് വേണ്ടിയിട്ട് ഈ പ്രായത്തിൽ ആരെങ്കിലും തെങ്ങുമ്പ് കയറോ? അത് ഭാര്യക്ക് കടയെന്നാ മേടിച്ചു കൊടുത്താ പോരെ? അതാ അവള് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാവും. നീരുണ്ട്. ഞാനൊരു ഓയിന്റ്മെന്റ് തന്നിട്ടില്ലേ? ഒരു ഓയിന്റ്മെന്റ് തന്നിട്ടില്ലേ? അതൊരു മാസം പുരട്ടണം. ഒരു മാസം പുരട്ടിയതാണ്. ഒന്നാമത് ഈ ഹോസ്പിറ്റലൊന്നും വന്നത് പ്ലാസ്റ്റർ ഇട്ടാ ശരിയാവില്ല. വീട്ടില് വന്ന് കണ്ടാ മതിയായിരുന്നില്ലേ? എന്റെ അതിന് കാശ് തരണ്ടേ? പിന്നെ കാശ് ചെലവാവും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേദന കൊണ്ടിരിക്കേണ്ടി വരും. ഭാര്യയോട് പറഞ്ഞു ഭാര്യനെയും കൂട്ടിയിട്ട് മാറിയില്ലെങ്കിൽ വീട്ടിൽ വന്നാ മതി കേട്ടാ. ശരി, പൊക്കോളൂ. ഒന്ന് പൊക്ക് സാറേ. അയ്യോ, പതുക്കെ ഇറങ്ങിക്കോളും. ഈ കാല് കഴിയുന്നത് ഊന്നണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഊന്നി നടക്കണം, മടക്കിയിട്ട് ഇങ്ങനെ നടക്കണം ഈ കാല്. റെസ്റ്റ് കൊടുക്കരുത്, എപ്പോഴും എക്സസൈസ് ചെയ്യണം കേട്ടോ. പിന്നെ എണ്ണ ഉപയോഗിക്കരുത് കേട്ടാ. അയ്യപ്പ പൊരിച്ചോ വറുത്തൊന്നും കഴിക്കാൻ പാടില്ലേ? അതല്ല, ഈ കാലിലെ എണ്ണ ഒന്നും പുരട്ടരുത്. ഓയിന്റ്മെന്റ് മാത്രമേ തേക്കാവൂ. പൊക്കോളൂ. വീട്ടിലെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ മാറിപ്പോയി. സാർ നമസ്കാരം. എന്തേ? അല്ല, അന്ന് ഡോക്ടർ നോക്കിയിരുന്നല്ലോ. ഞാനാണോ നോക്കിയത്? അതെ, മറ്റേ പട്ടി കുറുകെ ചാടിയിട്ട് കയ്യിന് എല്ല് പൊട്ടിയിട്ടേ. വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്നെ? ഇല്ല, വീട്ടിൽ വന്ന് കണ്ടിട്ടില്ല. അതാണ് ഓർമ്മ കിട്ടാത്തത്. നമ്മളിപ്പോ ഇവിടെ ആര് വന്നാലും വീട്ടിൽ വന്ന് എന്നെ കാണുമായിരുന്നു. അപ്പൊ അവരൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഒരുപാട് പേര് വരുന്നോണ്ട് അങ്ങനെ ഓർക്കാറില്ല. ഇതിപ്പോ എന്നാണ് ക്ലാസ് ഇട്ടത്? ഇത് 4 ദിവസമായി. പിന്നെന്തിനപ്പോ വന്നൊരു 15 ദിവസം കഴിഞ്ഞിട്ട് വരാനാവില്ല പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ഇതിന് 15 ദിവസം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. അപ്പൊ വന്നാ മതി. അതുവരെ ഇതിങ്ങനെ ഇളക്കാതിരിക്കുക കേട്ടോ. അതല്ല ഡോക്ടറെ, ഈ തെരുവ് നായ
കൊണ്ടുണ്ടാവണ അപകടങ്ങൾക്കേ ആ പൈസ കിട്ടും പഞ്ചായത്തിൽ നിന്ന്. അത് കിട്ടും. അപ്പം അതിനൊന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് വിചാരിച്ചേ. അതെന്താ അറിയോ, ഇതിപ്പോ പൊട്ടി എത്ര കണ്ട് ചെലവായിട്ടുണ്ട്, ഇനി എത്ര ദിവസം വെറുതെ ഇരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്യണം. അപ്പൊ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അതിനെന്താ, അത് തരാലോ. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ അതിന്റെ ഫോമൊക്കെ എടുത്തിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് സീൽ വെച്ച് തരുമ്പോ ഒരു 2 ആഴ്ചയൊക്കെ പിടിക്കും. കാരണം അത് അവരവിടുന്ന് എടുത്ത്, ഒരുപാട് സ്റ്റാഫുള്ള അവരവിടുന്ന് എടുത്ത് തന്നിട്ട് വേണം അത്. അയ്യോ സാറേ, ഇതിപ്പോ ഇന്ന് കിട്ടിയാൽ നമുക്ക് നാളെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അത് പറ്റും. വീട്ടിലേക്ക് വന്നാൽ മതി, വീട്ടിലെ ഫോമൊക്കെ ഇരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഞാനത് ഫില്ല് ചെയ്തിട്ട് തരാം. അപ്പൊ അതങ്ങനെ ആകുമ്പോ അത് ഇവിടെ കൊടുന്ന് സീൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നാളെ തന്നെ കൊണ്ടു കൊടുക്കാൻ പഞ്ചായത്തിന്റെ. ഞാനെന്നും ഹോസ്പിറ്റലിൽ 5 മണി വരെ ഉണ്ടാവുള്ളൂ. 5 മണി കഴിഞ്ഞാൽ 9 മണി വരെ എന്നും വീട്ടിലാണ് ചികിത്സ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ 5 മണിക്ക് 500 രൂപ ഇട്ടുണ്ട് വീട്ടിലേക്ക് വന്നോളൂ. 500 രൂപ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാനിത് ഫോം ഫില്ല് ചെയ്ത് തരാം. അപ്പൊ സാറ് ഞങ്ങൾ അവിടെ വന്നാലും സീല് വെക്കാൻ ഇവിടെ വരണ്ടേ? വരണം. അപ്പൊ എന്നാ സാറ് നാളെ വരുമ്പോ ഇന്ന് ഒപ്പിട്ടിട്ട് കൊണ്ടുവന്ന സീല് വെച്ച് ഇവിടുന്ന് മേടിക്കാല്ലോ. അല്ല, നാളെ ഞാൻ ലീവാ. ഇനി ഒരാഴ്ച ഞാൻ ലീവാണ്. കാരണം അവിടെ കുറെ പേഴ്സൻ്റ് അവരെ നോക്കണം. അതുകൊണ്ട് ഇവിടെ ലീവാ ഞാൻ. നിങ്ങൾ അവിടുന്ന് പഞ്ചായത്തിലേക്ക് നാളെ വരണതിന്റെ മുമ്പ് നേരെ ഇവിടെ വന്ന് ഉണ്ണിയെ കൊണ്ടൊരു സീലേക്ക് 50 രൂപ കൊടുത്തിട്ട് എന്നിട്ട് നേരെ പഞ്ചായത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്ക്. കിട്ടാനുള്ള കാശ് എന്തിനും നമ്മൾ മേടിക്കാണ്ടിരിക്കുന്നത് കേട്ടോ. പോയിക്കോ. ശരി. അപ്പൊ 5 മണിക്ക് വന്നു. കയ്യ ഇളക്കരുത് കേട്ടാ. ഇളക്കരുത്. ഇല്ല. അങ്ങനെയാണ് ബുദ്ധിയുള്ളവരങ്ങനെയാ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നറിയാം. അല്ലാത്തവരിങ്ങനെ മാസങ്ങളോളം വേദന അനുഭവിച്ചിരിക്കുക. ആൾക്കാർ കേൾക്കൂട്ടാ. ഇത് അകത്തിരുന്നാ മതിന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, ഒരു വെളിച്ചം കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഉള്ളിലിരുന്ന് മടുത്തു. അതേ, സത്യത്തിൽ ഒരു TV ഒക്കെ വേണം കേട്ടോ വീട്ടില്. വേണം പറയാ. വേണ്ട. ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് TV ഒക്കെ ഉണ്ടാക്കാൻ നല്ലത്. പിന്നെ അത്യാവശ്യം അല്ലേ? ബാക്കിയെല്ലാം തികഞ്ഞിരിക്കും ഇവിടെ. അല്ല, എന്നാലും കഥ വന്നു. രാഘവേട്ടാ, എന്താ നിങ്ങള് വിചാരം? വാടക എത്ര മാസമായി തന്നിട്ട്? വാടക തരണ്ടത്. അതെപ്പ തരല്? കൈക്കിൽ ഇപ്പൊ പൈസ ഇല്ലാണ്ടാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഈ വീട് വാടക കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ്. എനിക്ക് ഈ പൈസ കിട്ടാണ്ടാവില്ല. അല്ല രാഘവേട്ട അറിഞ്ഞില്ലേ വണ്ടിന്ന് വീണത് കയ്യൊക്കെ? ആ വണ്ടിന്ന് വീണ അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്ക് പൈസ തന്നെ വേണം. അത് ഇപ്പൊ നിങ്ങൾക്ക് സൂക്കാടാന്ന് പറഞ്ഞാലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അല്ല, കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ എങ്ങനെ തരാനാ രാഘവേട്ടാ? എന്നാ നിങ്ങൾ വീട് ഒഴിഞ്ഞേന്നേ, ഞാൻ വേറെ കൊടുത്തിട്ട് വാടക പണിക്കൂലേ? അങ്ങനെയൊന്നും പറയല്ലേ രാഘവേട്ടൻ, ഞങ്ങളുടെ അവസ്ഥ പിന്നെ ഞാൻ എങ്ങനെ പറയണ്ടേ? പിന്നെ രാഘവേട്ടാ, നിങ്ങളിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പെരുവഴിയിലാവും. അതൊന്നും എനിക്ക് ആലോചിച്ച് അങ്ങനൊന്നും എനിക്ക് സഹതാപമൊന്നും നടന്നാൽ എന്റെ കാര്യം നടക്കൂല. എനിക്ക് ഇപ്പം വാടക കിട്ടണം.